കൊന്നിച്ചോ മിനസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മൗണ്ട് ഹോ സെക്റ്റിന്റെ സീസൺ 1ന്റെ എപ്പിസോഡ് 9ന്റെ മലയാള മാൻ ഹോ എക്സ്പ്ലനേഷൻ ആണ്. അപ്പോൾ ഗൈസ് എല്ലാവരും എന്നോടൊന്ന് ക്ഷമിച്ചേക്കുക. ഇന്നലെ വീഡിയോ ഇടാൻ സാധിക്കാഞ്ഞത് ചെറിയ ശാരീരികമായ ഒരു ബുദ്ധിമുട്ട് വന്നുകൊണ്ടാണ് ഡയറി പിടിച്ചു. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഇന്നലെ എഴുന്നേക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലായതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാഞ്ഞത്. സോ അതും കൂടെ കൂട്ടിയത് ഇന്ന് 5ഓളം ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോ ആയിരിക്കും ഞാൻ ഇടാൻ പോകുന്നത്. സോ എപ്പിസോഡിൻ്റെ ഒരു സെക്കൻഡ് പോലും മിസ്സാക്കാതെ കാണാൻ ശ്രമിക്കുക. ബിക്കോസ് ഇന്ന് നിങ്ങളെ കാത്തിരിക്കാൻ പോകുന്നത് ഒരു കിണ്ണം കാച്ചി എപ്പിസോഡായിരിക്കും. അങ്ങനെ എപ്പിസോഡ് തുടങ്ങാൻ നേരത്ത് സോങ്ബേക്കാട്ടെ അവിടെ നിൽക്കുകയാണ്. ബ്രദർ, താങ്കൾ എന്താണ് ഈ കാണിച്ചതെന്ന് പറഞ്ഞ് പെട്ടെന്ന് അവൻ്റെ കൂടെയുള്ളവൻ അവിടേക്ക് ഓടി വന്ന്, അല്ലടാ ഞാനൊന്നും തന്നെ. ഇതേ സമയം അവൻ പെട്ടെന്ന് പോയി ചങ്ങമെങ്ങനെ എടുത്തുയർത്തി. അല്ല, എനിക്കുറപ്പാണ് ഞാൻ എൻ്റെ ക്യൂയെ കംപ്ലീറ്റ്ലി വിഡ്രോ ചെയ്തിരുന്നു. അതിലുപരി ഞാൻ ചെയ്ത ഓരോ അറ്റാക്കും അവൻ നന്നായിട്ട് എന്നെ ഡോഡ് ചെയ്തതാണ്. പക്ഷേ എന്നിട്ടും ഒരു തരത്തിലെ പവറും ഇല്ലാതെ ചെയ്ത അറ്റാക്ക് എങ്ങനെയാണ് അവൻ്റെ മേത്തി ഇത്രയും വലിയ ഫോഴ്സ്? ഇതേ സമയം ചങ്മേൻ്റെ വായിൽ നിന്ന് കുറച്ച് ചോര വരികയും പിന്നെ കാണുന്നത് ചോര മഴ പോലെ അങ്ങോട്ട് പെയ്ത് ഉയരുന്നതാണ്. അത് കണ്ടപ്പോൾ തന്നെ അവൻ പേടിച്ച് അവിടെ കിടന്ന് വിറച്ചുപോയി. അല്ല, ഒരു മനുഷ്യൻ്റെ വായിൽ നിന്ന് ഇങ്ങനെയൊക്കെ ചോര വരുമോ? ഇത് ഇത് എനിക്ക് മാത്രമുള്ള പ്രശ്നമാണോ, അതോ ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ തന്നെയാണോ? പെട്ടെന്നാണ് അവൻ ചോദിക്കുന്നത്. അല്ല, ഇവിടെ ഇതേ സമയം അവന്മാര് തിരിഞ്ഞു നോക്കി സത്യം പറയില്ല ഞെട്ടിത്തെറിച്ചിരുന്നു പോയി. നീയൊക്കെ ഇവിടെ എന്താടാ ചെയ്യുന്നു പറഞ്ഞോണ്ട് യങ് മാസ്റ്റർ അവിടേക്ക് വന്നിരുന്നു. അവർക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. അല്ല, കണ്ടിട്ട് ഇവന്റെ കണ്ടീഷൻ കുറച്ച് സീരിയസ് ആണെന്ന് തോന്നുന്നത്. അവൻ കംപ്ലീറ്റ്ലി നശിച്ചിരിക്കുന്നു. നമ്മൾ ഇത്രയും പെട്ടെന്ന് ഇവനെ ട്രീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ചങ്മെങ്ങനെ അവർ ചെക്ക് ചെയ്യുവാണ്. സൂക്ഷിച്ച് കൊണ്ടുവന്ന് പറഞ്ഞ് അവർ നേരെ ചങ്മെങ്ങിനെ അടുത്തുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇതേ സമയം സോങ് ബേക്കിന് ഒന്നും തന്നെ ചെയ്യാൻ പറ്റുന്നില്ല. അല്ല, എനിക്ക് എന്തെങ്കിലും തരത്തിൽ എക്സ്ക്യൂസ് ഇവിടെ ഉണ്ടാക്കാൻ സാധിക്കുമോ? ഏ, ഒരിക്കലുമില്ല. ഞാൻ ഞാൻ എന്ത് പറയാനാണ് ഇവിടെ? നീയൊക്കെ നിന്നെ തന്നെ വിളിക്കുന്നത് ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ള സെക്ട് എന്നാണ്. എന്നിട്ട് ഒരു ലീത്തർ അലർട്ട് ടെക്നിക് ഒരു കൊച്ചു കുട്ടിയുടെ നേരെ നീയൊക്കെ ചെയ്തു. ഞാൻ ഇതുവരെ കൺസിഡർ ചെയ്തിരുന്നത് സദേൺ എഡ്ജ് സെക്ട് റൈച്ചസ് അലർട്ട് സെക്ട് ആയിരിക്കും എന്നാണ്. പക്ഷേ ഇന്ന് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു നിങ്ങളുടെ റൈച്ചസ് എന്തുമാത്രമുണ്ടെന്ന്. എന്നിട്ട് ദേഷ്യപ്പെട്ട് അവൻ തിരിഞ്ഞു നോക്കി. ഞാൻ ഇന്ന് സംഭവിച്ചത് ഒരിക്കലും മറക്കത്തില്ല യങ് മാസ്റ്റർ. അത് ശബ്ദിക്കരുത്. മര്യാദക്ക് ഇന്ന് തന്നെ ഈ സ്ഥലം വിട്ടു പോക്കോണം. അല്ല, ഇവിടെ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞ് പെട്ടെന്നാണ് അവനവിടേക്ക് നടന്ന് വന്നത് സദേൺ എഡ്ജ് സെക്റ്റിലെ ആ ഒരു എൽഡർ. യങ് മാസ്റ്റർ, ഇവിടെ എന്താണ് അതിന് സംഭവിച്ചെന്ന് വന്നപ്പോഴാണ് പെട്ടെന്ന് അവനത് കണ്ടത്. രക്തം നിലത്ത് മുഴുവൻ കിടക്കുന്നത്. അത് മാത്രമല്ല ആ സ്ഥലവും ആകെപാട് നശിച്ച് കിടക്കുകയാണ്. ആ ടൈം തന്നെ അവന് ഏകദേശ കാര്യം മനസ്സിലായി. ഇടം വിട്ടി നീ. യങ് മാസ്റ്റർ, കണ്ടിട്ട് ഒരു ആക്സിഡന്റ് ഉണ്ടായെന്നാണ് തോന്നുന്നത്. ആക്സിഡന്റോ? ഇതിനെയാണോ നിങ്ങൾ ആക്സിഡന്റ് എന്ന് വിളിക്കുന്നത്? ഒരു കൊച്ചു കുട്ടിയുടെ നേരെ ലീത്തലുള്ള അറ്റാക്ക് ചെയ്ത് അവനെ ഇങ്ങനെ എടുത്തിട്ട് നീയൊക്കെ ആക്സിഡന്റ് എന്നാണ് വിളിക്കുന്നത്? ആക്സിഡന്റ് എന്ന് പറയുന്നത് അറിയാതെ പറ്റുന്ന തെറ്റിനെയാണ്. നീയൊക്കെ ഇന്റൻഷനലി ചെയ്തിട്ട് അതിനെ ആക്സിഡന്റ് ആക്കി മാറ്റാൻ നോക്കണ്ട. അല്ല യങ് മാസ്റ്റർ, ഇത് കംപ്ലീറ്റ്ലി ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഞാൻ ഒരിക്കലും അത്രത്തോളം ഫോഴ്സ് യൂസ് ചെയ്തിട്ടില്ല. എങ്കിൽ ഞാനൊരു കാര്യം അങ്ങോട്ട് ചോദിക്കട്ടെ, നീ ഫോഴ്സ് യൂസ് ചെയ്തോ ഫോഴ്സ് യൂസ് ചെയ്തില്ലേ? അതൊന്നും ചോദിക്കുന്നില്ല. എന്തർത്ഥത്തിലാണ് മൗണ്ട് ഹോസക്കിലെ ആ ഒരു ഡിസിപ്ലിനെ നേരെ നീ നിന്റെ സോഡ് ആദ്യം ഉയർത്തിയത്? അല്ല, അത് പിന്നെ സോഡ് ഡ്യുവൽ എന്നല്ലേ നീ നേരത്തെ പറഞ്ഞത്? എനിക്ക് സത്യം പറഞ്ഞാൽ അവിടുത്തെ കാര്യങ്ങളെന്ന് പറഞ്ഞൂടാ. പക്ഷേ ഒരു സോഡ് ഡ്യുവലിന്റെ ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ എനിക്ക് വ്യക്തമായി തന്നെ അറിയാം. റൈവലിൽ ചെയ്യുന്ന രണ്ടുപേർ തമ്മിൽ നടക്കുന്നതാണ് ഈ സോഡ് ഡ്യുവൽസ് എന്ന് പറഞ്ഞത്. ആ കുട്ടി നിന്നെക്കാട്ട് ഇളയതാണ്. അതിലുപരി ഒരു തേർഡ് ക്ലാസ് ഡിസിപ്ലിൻ ആണ്. അപ്പോൾ ഇങ്ങനെയാണോ സദേൺ എഡ്ജ് സെക്ട് ഇവിടെ ഡ്യുവൽസ് ചെയ്യുന്നത്? ഞാനൊരു കാര്യം പറയാം, എനിക്ക് നിന്നോട് ഇനി ഒന്നും തന്നെ സംസാരിക്കാനില്ല. എത്രയും പെട്ടെന്ന് താങ്കളുടെ ഡിസിപ്ലിൻസിനെ വിളിച്ചുകൊണ്ട് ഇന്ന് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണം. അത് ഞാൻ എൻഷോ മെർച്ചന്റ് ഗിൽഡിന്റെ ആക്ടിംഗ് മാസ്റ്ററായിട്ട് ഉത്തരവ് വരുന്ന ഓർഡറാണ്. അവന് പ്രത്യേകിച്ച് ഒന്നും പറയാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായി. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ ചെയ്യാം. പക്ഷേ ജൂനിയർ മാസ്റ്റർ, ക്ഷമിക്കണമെങ്കിലും ഞങ്ങൾ എൽഡർ ഹോങ്ങിന്റെ റിക്കവറിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അവൻ നേരെ മുന്നിലേക്ക് നടന്നു. അത് ഞാൻ മനസ്സിൽ വെച്ചേക്കാം. പക്ഷേ ഇത് ഞാൻ ഒരിക്കലും മറക്കത്തില്ലെന്നും പറഞ്ഞ് അവനങ്ങോട്ട് നടന്നു പോയി. നന്നായിട്ട് എൽഡറിന് ദേഷ്യം വരുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ സാധിക്കും? ഈ ടൈമിൽ തന്നെ അവന്മാരും ഒരു അക്ഷരം പോലും മിണ്ടാതെ അവിടെ നിൽക്കുകയാണ്. എൽഡർ, ഞാൻ ഹീഗോ ആയിട്ട് തിരിച്ച് ടെമ്പിളിലേക്ക് പോകുകയാണ്. പക്ഷേ നീ ചെയ്ത തെറ്റാണത്. നീ അതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം. എന്ത് വിലയെടുത്തും യങ് മാസ്റ്ററിന്റെ ക്ഷമ കിട്ടാതെ നീ ആ സ്ഥലത്തേക്ക് വന്നു പോകല്ലേ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അവന് ദേഷ്യം വരുന്നുണ്ടെങ്കിലും കടിച്ചു പിടിച്ചോണ്ട് അവൻ പറഞ്ഞു, യെസ് എൽഡർ, എനിക്ക് മനസ്സിലായി. അല്ല, ഡോക്ടേഴ്സ് പറഞ്ഞു വെച്ച അടുത്ത് ഈ പയ്യന്റെ സ്ഥിതി ശരിക്കും ക്രിട്ടിക്കലാണ്. അവന്റെ ക്യു വെയിൻസ് കംപ്ലീറ്റ്ലി നശിച്ചെന്നാണ് പറഞ്ഞത്. അതിലുപരി ഈ ഒരു രീതിയിൽ അവൻ റിക്കവർ ചെയ്യാനായിട്ട് എന്തായാലും കുറച്ച് സമയം എടുക്കും. അല്ല, അപ്പോൾ അവന്റെ ജീവന് ആപത്ത് വല്ലതും ഉണ്ടോ?
കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത്. എങ്കിലും അത് തന്നെ ഒരു വലിയ റിലീഫാണ്. അല്ല, ഡോക്ടേഴ്സ് പറഞ്ഞു ഇവന്റെ ബോധം എപ്പോഴേക്കും തിരിച്ചു കിട്ടാൻ പോകുന്നെന്ന്. അങ്ങനെ പറഞ്ഞില്ല, 2-3 ദിവസമെങ്കിലും അറ്റ്ലീസ്റ്റ് എടുക്കുമെന്നാണ് പറഞ്ഞത്. അച്ഛൻ്റെ അവസ്ഥ ആ സമയം കൊണ്ട് വേഴ്സ് ആകാതിരുന്നാൽ മതിയായിരുന്നു. ഇവൻ വന്നതിന് ശേഷം മാത്രമാണ് എൻ്റെ അച്ഛൻ്റെ കണ്ടീഷൻ ചെറുതായിട്ടോ എങ്കിലൊന്നും മാറിയെന്ന് പറയുന്നത്. ഇവനാണ് എൻ്റെ അവസാനത്തെ ഹോപ്പ്. എൻ്റെ അച്ഛനെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഇവൻ തന്നെ വേണം. പക്ഷേ ഇവനെപ്പോലൊരു കൊച്ചുകുട്ടീനെ അവർ അറ്റാക്ക് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എന്തായാലും ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, സദേൺ എഡ്ജ് സെക്ടിന് എൻജിഒ മൊർസെങ്കിലിനോടോ അല്ലെങ്കിൽ എൻ്റെ അച്ഛനോടോ കുറച്ചെങ്കിലും റെസ്പെക്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ അവരിങ്ങനെ കാണിക്കത്തില്ല. സദേൺ എഡ്ജ് സെക്ട് ശരിക്കും അറഗൻ്റായിട്ട് പെരുമാറിയിരിക്കുന്നു. യങ് മാസ്റ്റർ, പക്ഷെ താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഈ കുട്ടിക്ക് മാസ്റ്ററിന്റെ ഇൽനെസ് ക്യൂർ ചെയ്യാൻ പറ്റുമെന്ന്? അല്ല, സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. പ്രൊമിനൻ്റ് ഉള്ള പല ഡോക്ടേഴ്സും ഇവിടേക്ക് വന്നു എൻ്റെ അച്ഛൻ്റെ അസുഖം ഏതാണെന്നെങ്കിലും പറയാനായിട്ട്. പക്ഷെ ആർക്കും അതെന്താണെന്ന് പറയാൻ സാധിച്ചില്ല. ഇവൻ അത് കാണാതെ തന്നെ അതെന്താണെന്ന് വ്യക്തമായി തന്നെ പറഞ്ഞു. അതിനെല്ലാം ഉപരി താങ്കൾ തന്നെ കണ്ടല്ലേ അച്ഛൻ്റെ കണ്ടീഷൻ ഏകദേശം ചെറുതായിട്ട്. എനിക്കറിയാം ഒരു ബേസും ഇല്ലാതെയാണ് ഞാൻ ഇവനെ ട്രസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ എന്തെങ്കിലും തരത്തിൽ ഇവനെ നമ്മളെ സഹായിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ആട്ടെ. പിന്നെ ഒരു കാര്യം മറക്കണ്ട, എന്ത് വിലയെടുത്തും ഇവൻ്റെ റിക്കവറി എത്രയും പെട്ടെന്ന് ഫാസ്റ്റ് ആക്കി മാറ്റണം. പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായി. അങ്ങനെ സമയം കടന്നുപോയി. അന്നേ ദിവസം വൈകുന്നേരമായി. ഒരാൾ അവിടേക്ക് നടന്നു വരുന്ന ശബ്ദം കേൾക്കാം. ആ ഡോർ തുറന്ന് അകത്തേക്ക് കയറി. നമ്മുടെ ചെങ്മെങ് കിടന്ന സ്ഥലത്തേക്കാണ് അവൻ വന്നത്. ചെങ്മെങ്ങിനെ നോക്കിയിട്ട് അവൻ്റെ കൈ ഉയർത്തിട്ട് പറയും ചെയ്യും, എന്നോട് ക്ഷമിക്കണം, എനിക്ക് നിന്നോട് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളില്ല. പക്ഷേ നീ എൻ്റെ വട്ടം വന്ന സ്ഥിതിക്ക് ഇതൊരു പേ ബാക്ക് ആയിട്ട് കൂട്ടിയാവെന്ന് പറഞ്ഞ് അവൻ്റെ കയ്യിലേക്ക് ഒരു എനർജി ഗ്യാദർ ചെയ്ത് നേരെ മുകളിലേക്ക് ഉയർത്തി ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്തു. പക്ഷേ ആ ഒരു അറ്റാക്ക് അവൻ്റെ മേത്തല്ല വന്ന് പതിച്ചത്. പെട്ടെന്ന് അവന്ന് ഞെട്ടിത്തെറിച്ചു പോയി. കാര്യം ചെങ്മെങ് അവൻ്റെ കഴുത്ത് ഒരു സൈഡിലേക്ക് ഡോഡ് ചെയ്ത് മാറ്റി അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പെട്ടെന്നൊന്ന് ചിരിച്ച് എന്നിട്ട് അവൻ്റെ കയ്യിൽ കയറി പിടിച്ച് നേരെ മുകളിലേക്ക് എണീറ്റു. കിട്ടിയടാ നിന്നെ, എടാ നായെന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് ചങ്മിങ്ങിന്റെ നേരെ അവനൊരു അറ്റാക്ക് ചെയ്തു. എന്നാൽ അവൻ നിസ്സാരമായി അത് നേരെ മുകളിലേക്ക് ഡോഡ് ചെയ്ത് അവന്റെ മുതുകത്ത് വന്ന് ചവിട്ടി നേരെ ബാക്കിലേക്ക് ചാടി മാറി. ഈ സമയത്ത് അവന് ശരിക്കും ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഇതേ സമയം ചങ്മിങ്ങിന് മനസ്സിലായി പണി പാളിയെന്ന്. കാര്യം അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ലിറ്ററലി ഒരു മാസീവുള്ള അറ്റാക്കാണ് അവന്റെ നേരെ വന്നത്. പക്ഷെ ചെങ്മെങ് വളരെ സിമ്പിളായിട്ട് തന്നെ അത് ഡോഡ് ചെയ്തു. ഈ ടൈമിൽ അവൻ നോക്കിയപ്പോൾ ചെങ്മെങ് മുകളിലായിരുന്നു. ആ സമയത്ത് തന്നെ അവനവൻ്റെ എനർജി ഗ്യാദർ ചെയ്തിട്ട് പറയും ചെയ്യും, ഇനി നിനക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നീ മിഡ് എയറിലാണ്, നിന്റെ കാര്യത്തിലൊരു തീരുമാനമാക്കുമെന്ന് പറഞ്ഞ് ഒരു മാസീവുള്ള അറ്റാക്ക് ചെയ്തപ്പോൾ ലിറ്ററലി അവൻ അവൻ്റെ കാല് കൊണ്ട് അതങ്ങോട്ട് തട്ടി ഒരു സൈഡിലേക്ക് കളഞ്ഞു. അവൻ ശരിക്കും ഞെട്ടിത്തെറിച്ചു പോയി. ചങ്മെങ് സേഫായിട്ട് നിലത്ത് വന്ന് ഇറങ്ങുകയും ചെയ്തു. ആ റൂം പൂർണ്ണമായിട്ടും നശിച്ചു എന്ന് തന്നെ പറയണം. നിനക്കിവിടെ ഒരു തെറ്റ് പറ്റി. സത്യം പറഞ്ഞ നീയാണ് ഇവിടേക്ക് വന്ന് കയറിയതെന്ന് പറഞ്ഞപ്പോഴാണ് എല്ലാവരും അവിടേക്ക് ഓടി വന്നത്. അവൻ ഞെട്ടിത്തെറിച്ചുപോയി. കാര്യം അവന്റെ മുമ്പിൽ യങ് മാസ്റ്ററും ബാക്കിയുള്ള കുറച്ച് പേരും ഉണ്ടായിരുന്നു. ഞാനല്ല ഇവിടെ പെട്ടത്, പകരം നീയാണ്. നീ നീ ഇവിടെ എന്താണ് ചെയ്യുന്നത് ജബോക് ബൺ? അല്ല യങ് മാസ്റ്റർ, അത് പിന്നെ ഞാൻ പറഞ്ഞതല്ലേന്ന് പറഞ്ഞ് താഴെ കിടന്ന ഒരു കഷ്ണം എടുത്ത് അവന്റെ മുടിയും കെട്ടി ചങ്മ്യങ് നേരെ മുന്നിലേക്ക് നടന്നു. ഞാൻ പറഞ്ഞതല്ലേ അവൻ ഉറപ്പായിട്ടും പുറത്തേക്ക് വരുമെന്ന്. എനിക്ക് ഒട്ടും തന്നെ വിശ്വാസമില്ലായിരുന്നു. പക്ഷേ അവൻ പുറത്ത് വന്നെന്ന് മാത്രമല്ല, ഞാൻ ഒട്ടും തന്നെ എക്സ്പെക്ട് ചെയ്യാത്ത ജനറൽ തന്നെയാണല്ലേ അതിന്റെ പിന്നിൽ. അല്ല, നീ എങ്ങനെയാണ് എന്നെ സസ്പെക്ട് ചെയ്തത്? ഞാൻ ചെയ്തില്ല. എന്ത്? ഞാൻ ആരും തന്നെ ഇവിടെ കൾപ്രറ്റായിട്ട് സസ്പെക്ട് ചെയ്തൊന്നുമില്ല. പക്ഷെ എനിക്കറിയായിരുന്നു നിങ്ങൾ എൻ്റെ പുറകെ വരുമെന്ന്. അപ്പോൾ ഞാൻ വന്നില്ലായിരുന്നെങ്കിലോ? നിനക്ക് വരാതെ മറ്റൊരു ചാൻസും ഇല്ലല്ലോ. കാര്യം നിനക്ക് കിട്ടിയത് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പം നീ എന്നെ കൊന്നു കഴിഞ്ഞാൽ എൽറഹാങ്ങിനെ ആർക്കും രക്ഷിക്കാൻ സാധിക്കത്തില്ല. അത് മാത്രമല്ല, ഇപ്പം നീ എന്നെ കൊന്നു കഴിഞ്ഞാൽ ഇതെല്ലാം സദേൺ എഡ്ജ് സെക്ടിന്റെ തലയിൽ ചെന്ന് ഇരിക്കത്തേ ഉള്ളൂ. ആ ഒരു ഓപ്പർച്യൂണിറ്റി നീ വെറുതെ കളയുന്നാണ് വിചാരിച്ചത്? അപ്പോ നീ ഇത് സദേൺ എഡ്ജ് സെക്ടറുമായിട്ട് പ്ലാൻ ചെയ്തതാണ്? ഒരിക്കലുമല്ല. സത്യം പറഞ്ഞ അവന്മാരാണ് ഡ്യുവൽ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നത്. എന്റെ ഭാഗ്യം തന്നെ പറയാം. അപ്പൊ നിന്റെ ഇഞ്ചുറീസോ? ഡോക്ടർ പറഞ്ഞത് 4-5 ദിവസത്തേക്ക് നിനക്ക് ബോധം വരുത്തില്ലെന്നാ. നീ എന്നെ മന്ദബുദ്ധിയാണ്. ഒരു ഡോക്ടറിനെ എനിക്ക് പറ്റിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഈ കാര്യത്തിലൊക്കെ നിൽക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. നിനക്ക് കുറെ ചോദ്യങ്ങളുണ്ടെന്നൊക്കെ അറിയാം. പക്ഷേ ഉത്തരം തരാനല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇവിടെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം എന്ന് പറയുന്നത് നീ എൻ്റെ ട്രാപ്പിൽ വന്ന് വീണു. ആൻഡ് ഇപ്പോൾ ഞങ്ങൾക്കറിയാം എൽറഹാനെ ആരാണ് പോയിസൺ ചെയ്തതെന്ന്. പെട്ടെന്ന് അവൻ ഉച്ചതെ പൊട്ടിച്ചിരിക്കാനായിട്ട് തുടങ്ങി. അവൻ ചിരി നിർത്തിയത് പോലുമില്ല. അവന്മാര് പോലെ ആലോചിച്ചു വന്ന് ഇവൻ എന്തിനാണ് ഇങ്ങനെ ചിരിക്കുന്നതെന്ന്. യങ് മാസ്റ്റർ, താങ്കൾ എന്ത് വിവരക്കേടാണ് ഈ പറയുന്നത്? ഇവനെ കൊല്ലാൻ നോക്കിയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ മാസ്റ്ററിനെ കൊല്ലാൻ നോക്കിയെന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത്? എൻ്റെ മാസ്റ്ററിനെ ഞാൻ കൊല്ലുന്നു താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അതിലുപരി അദ്ദേഹം എന്നെ നന്നായിട്ടാണ് നോക്കിയിട്ടുള്ളത്.
എനിക്ക് ഉറപ്പാണ് ഞാനല്ല ഇവിടുത്തെ കൾപ്രറ്റ്. അതിലുപരി ഇവരെ ഞാൻ കൊല്ലാൻ നോക്കിയത് അത് തികച്ചും മറ്റൊരു കാര്യം കൊണ്ടാണ്. താങ്കൾക്ക് മനസ്സിലാവുന്നില്ലേ? അവൻ താങ്കളെ കയ്യിലെടുക്കുവാണ്. ഇത്രയും പ്രോമിനന്റ് ഉള്ള ഡോക്ടേഴ്സ് വന്നിട്ട് പോലും മാസ്റ്റർ ഹാങ്ങിനെ ആർക്കും തന്നെ ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവനെ പോലെ ചെറിയൊരു പയ്യൻ എങ്ങനെ ട്രീറ്റ് ചെയ്യാനാണ്? അതുകൊണ്ട് താങ്കളെ അവൻ കയ്യിലെടുക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അവനെ കൊല്ലാനായിട്ട് വന്നത്. നിർത്തറ, നീ ശബ്ദിച്ച പോലെ നീ കാണിച്ച കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു നിൽക്കുകയാണ്. എന്നിട്ടും നീ നിന്നെ തന്നെയാണ് ഇങ്ങനെ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യങ് മാസ്റ്റർ, ഞാൻ പറഞ്ഞു നിൽക്കുക, താങ്കൾക്ക് തെറ്റ് പറ്റിയതാണ്. മറ്റുള്ളവർ പറഞ്ഞു കേൾക്കല്ലേ, താങ്കൾ ഞാൻ പറഞ്ഞു വേണം കേൾക്കാനായിട്ട്. ഈ പയ്യനെ നമ്മൾ ഇപ്പൊ തന്നെ കൊല്ലേണ്ടതാണ്, അല്ലെങ്കിൽ താങ്കളെ ഇവൻ ഇനിയും പറ്റിക്കുന്നതായിരിക്കും, അത് ഉറപ്പാണ്. ബ്ലാ ബ്ലാ ബ്ലാ. കുറെ നേരമായില്ല, നീ എത്രയെന്ന് പറഞ്ഞടാ നീ ഇങ്ങനെ എക്സ്ക്യൂസ് പറഞ്ഞിട്ടിരിക്കുന്നെന്ന് ചെങ് മെങ് ചോദിച്ചു. എന്ത്? അവൻ നേരെ മുന്നിലേക്ക് നടന്നു വന്ന് കയ്യിലേക്ക് എനർജി ഗ്യാദർ ചെയ്തിട്ട് പറയും ചെയ്, നിന്നെ തല്ലിയൊരു മൂലക്കിട്ട പിന്നെ ആരുടെ സംസാരിക്കത്തില്ലല്ലെന്ന് പറഞ്ഞ് ചെങ് മെങ് മുന്നിലേക്ക് ചാടി വന്ന് അവൻ്റെ കൗണ്ടർ അറ്റാക്ക് കണ്ട് ചെയ്തു. അത് ശരിക്കും പവർഫുൾ ആയ ഒരു അറ്റാക്ക് തന്നെയാണ്. ചങ്മെന്റെ കയ്യിലേക്ക് ആ ചുമന കളറ് പടരാൻ തുടങ്ങി. അവൻ നേരെ നിലത്തൊന്നിറങ്ങി. അപ്പൊ പിന്നെ എല്ലാവരും ഇവിടേക്ക് നോക്കിയെന്ന് പറഞ്ഞ് അവൻ്റെ കൈ അങ്ങോട്ട് ഉയർത്തി കാണിച്ചു കൊടുത്തു. അവൻ്റെ കൈ പൂർണ്ണമായിട്ടും രക്ത കളറിലായി മാറി. അത് കണ്ടപ്പോൾ എല്ലാവരും ഞെട്ടിത്തെറിച്ചു പോയി. ഇതിന്റെ പേരാണ് റെഡ് ഡീമൻ ഹാൻഡ്. സത്യം പറഞ്ഞാൽ ഒരു ഹൈ ലെവൽ റെഡ് ഡീമൻ ഹാൻഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരം ഒരു ദിവസത്തിന് മുമ്പ്, അതിൽ നല്ലൊരാളാണെങ്കിൽ അര ദിവസത്തിന് മുമ്പ് മരിച്ചു പോകുന്നതാണ്. പക്ഷേ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവന് അത്ര നന്നായിട്ട് യൂസ് ചെയ്യാൻ അറിഞ്ഞൂടാ. ഇവൻ പഠിച്ചു വരുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഒരാളെ പോലും ഇനി മര്യാദക്ക് കൊല്ലാൻ സാധിക്കാത്തത്. പിന്നെ ഒരു മാർഷൽ ആർട്സിനെ ഇത് വെച്ച് ടാർഗറ്റ് ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് ഒന്നും തന്നെ ചെയ്യാൻ പറ്റാത്ത ഒരു ഓൾഡ് മാൻ്റെ മേത്ത് ഇത് ട്രൈ ചെയ്യുന്നതുകൊണ്ടല്ലേ. അതുകൊണ്ടാണ് ഇവൻ എൽഡർ ഹാങ്ങിന്റെ മേത്ത് ഇത് ചെയ്യുന്നതാണ് എനിക്ക് ഉറപ്പുള്ളത്. ആൻഡ് അതിലെല്ലാം ഉപരി ഇവൻ ആരും തന്നെ സംശയിക്കാത്തതുകൊണ്ട് എൽഡർ ഹാങ്ങിനെ ഇവൻ ഡയറക്റ്റ് അറ്റാക്ക് ചെയ്തതായിരിക്കാനാണ് ചാൻസ് വളരെ കൂടുതൽ. ഇത് കേട്ട യങ് മാസ്റ്ററിന് ദേഷ്യം വരിക അവനെ പിടിച്ചു കിട്ടുന്ന് പറയും ചെയ്യും. റെസിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവനെ കൊന്നു കളഞ്ഞേക്ക്. ഈ ടൈമിൽ അവന്റെ ഗാർഡ്സ് അവനെ അറ്റാക്ക് ചെയ്തിട്ട് വന്നു. നാശം നാശം, ഞാൻ അടുത്തെത്തിയതാണ്, നീ കാരണമാണ് കുരിപ്പെന്നും പറഞ്ഞോണ്ട് പെട്ടെന്ന് ദേഷ്യപ്പെട്ടുകൊണ്ട് അവൻ അലറുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ സോങ് ബേക്ക് പുറത്ത് ഇരിക്കുകയായിരുന്നു. നാശം, ഞാൻ എങ്ങനെയാണ് ഇത് ഓവർകം ചെയ്യേണ്ടത്? ഒരു പണിഷ്മെന്റ് കിട്ടുമെന്നാണ് വിചാരിച്ചത്, പക്ഷേ ഇത് പെട്ടെന്നാണ് ആ ഒരു സ്ഫോടനം അവൻ കാണുന്നത്. അല്ല, അതെന്താണ്? ലിറ്ററലി പിന്നെ കാണുന്നത് ആ സ്ഥലം പൂർണ്ണമായിട്ടും നശിച്ച് കിടക്കുന്നതാണ്. അവൻ നന്നായിട്ട് കഥക്കുന്നുണ്ടായിരുന്നു. അതുകൊള്ള, ആരാടാ നീ കുരുപ്പെന്ന് വിളിക്കുന്നത്? ഇവിടെയുള്ള എല്ലാവർക്കും സത്യം എന്തെന്ന് മനസ്സിലായി. ഇനി നീ ബാക്കിയുള്ള കാര്യങ്ങൾ അങ്ങോട്ട് ഫീൽ ചെയ്താൽ മാത്രം മതി. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എനിക്ക് തന്നെ നിന്നെ പിടിച്ചിട്ട് മൂലക്കാക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ കുറച്ച് ടയേർഡാണ്. ഹരി, നീ എന്നെ പിടിച്ച് മൂലക്കാക്കുമെന്നോ? നീ ശരിക്കും അരകനാണ്. അതിലുപരി എൻ്റെ റെഡ് ഡീമൻ ഹാൻഡ് എൻ്റെ ഫുൾ പവർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിനക്കെന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? നിന്നെ പോലൊരു കുറിപ്പിന്. അല്ല, അതിന് ഞാനാണ് നിന്നെ അറ്റാക്ക് ചെയ്യാൻ പോകണമെന്ന് നിന്നോടാര് പറഞ്ഞു? എന്ത്? പെട്ടെന്ന് ചെങ്മെങ് തിരിഞ്ഞു നോക്കി. ദേ വരുന്നവൻ. ആ സമയത്ത് യങ് മാസ്റ്ററും തിരിഞ്ഞു നോക്കി. കണ്ടാ, അവിടെയുണ്ട് അവൻ. ആ കാണുന്നവൻ സദേൺ എഡ്ജ് സെക്റ്റിലെ ഒരു ഹീറോ ആയിരിക്കും. ഇന്നിവിടെയുള്ള ഡീമനുള്ള നിന്നെ ഡിഫീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ആ വേമ്പാ, നീ ഞങ്ങളെ രക്ഷിക്കത്തില്ലേ? ഞാനാ? ഞാൻ എന്തിനാണ്? ഇവിടേക്ക് നോക്ക്. ആ ടൈമിലാണ് അവൻ നമ്മുടെ യങ് മാസ്റ്ററിന്റെ മുഖം കാണുന്നത്. ആ ശരിയാണ്, ഇതെനിക്ക് പറ്റിയ ചാൻസ് ആണ്. ഇപ്പൊ ഞാൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഇനി ഒരിക്കലും വിടത്തില്ലെന്ന് പറഞ്ഞ് ഓ നേരെ അവന്റെ സോഡ് എടുത്തിട്ട് മുന്നിലേക്ക് ചാടി. ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ കംപ്ലീറ്റ്ലി യൂസ് ചെയ്യും. ഞാൻ സദേൺ എഡ്ജ് സെക്റ്റിലെ ബ്ലേഡ് ഇതാ, നിന്നെ ഡിഫീറ്റ് ചെയ്യും ഡീമെന്ന് പറഞ്ഞ് അവൻ ചാടി അവിടേക്ക് വന്നു. ചങ്മെങ് ഇതെല്ലാം നോക്കിക്കൊണ്ട് അവിടെ ചിരിച്ചുകൊണ്ട് നിന്നു. അങ്ങനെ അവർ തമ്മിലുള്ള ആ ഒരു അറ്റാക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഒരു പ്രശ്നത്തിന്റെ കാര്യത്തിൽ തീരുമാനമായി. അല്ല, ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഇത് അധികം നേരം നിൽക്കത്തില്ലെന്നാണല്ല. സദേൺ എഡ്ജിൽ അവൻ ഉറപ്പായിട്ടും പെട്ടെന്ന് ഡിഫീറ്റ് ചെയ്യത്തില്ലേ? പെട്ടെന്ന് ഡിഫീറ്റ് ചെയ്തില്ലെന്നോ? താങ്കളോട് ആരാണ് അത് പറഞ്ഞത്? അവന്റെ കേപ്പബിലിറ്റി താങ്കൾക്ക് ശരിക്കും അറിഞ്ഞുവിടുന്നും പറഞ്ഞ് ആ കൈ അവന്റെ മുമ്പിലേക്ക് കാണിച്ചു കൊടുത്തു. ഞാൻ ചുമ്മാ പറഞ്ഞതല്ല, അവനെ റെഡ് ഡീമൻ ഹാൻഡ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പ്രോപ്പർലി അറിയാം. ആ സിംറ്റംസ് വെച്ചുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളെന്ന് പറഞ്ഞപ്പോൾ അവന്റെ കൈ ലിറ്ററലി അവിടെ മാഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ആ റെഡ് കളറ് മാഞ്ഞു പോകുന്നുണ്ട്. അല്ല യങ് ഡിസിപ്ലിൻ, താങ്കൾ ശരിക്കും ഒരു ടോയ്സ്റ്റ് ആണോ? പിന്നെ അല്ലാതെ, ഈ ലോകത്തിൽ തന്നെ ഏറ്റവും എക്സ്പീരിയൻസ് ഉള്ള ടോയ്സ്റ്റ് ആണ് താങ്കളുടെ മുമ്പിൽ നിൽക്കുന്നത്. പിന്നെ കാണിക്കുന്നത് അവർ രണ്ടുപേരും പുറത്ത് നിൽക്കുന്നതാണ്. ചങ്മെങ്ങിന് നന്നായിട്ട് ബോറടിക്കുന്നുണ്ടായിരുന്നു. അവനാട്ടെ വട്ട് പിടിച്ച് അവിടെ നിൽക്കുവാണ്. ആ നോക്കാൻ നേരത്ത് അവർ തമ്മിലുള്ള ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി 1 മണിക്കൂർ കൂടുതലായില്ലേ? ഞാനങ്ങോട്ട് ചെന്ന് രണ്ടേരും കൂടെ പിടിച്ച് ഇടിച്ചാലാ? പെട്ടെന്നാണ് ആ നിലത്ത് വീണത്. സോങ് ബേക്ക് നന്നായിട്ട് കഥക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവനെ ഡിഫീറ്റ് ചെയ്തു. ഞാനവനെ ഗുഡ് ജോബ്, നിന്റെ ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കത്തില്ല, താങ്ക് യു എന്ന് പറഞ്ഞ് സോങ് ബേക്ക് നേരെ നിലത്തേക്ക് വീണുപോയി. അപ്പോൾ അതെല്ലാം തന്നെ കഴിഞ്ഞല്ലേ? അല്ല,
ഞാൻ എങ്ങനെയാണ് ഇത് ഡിസ്ക്രൈബ് ചെയ്യേണ്ടതെന്ന് എനിക്കറിഞ്ഞൂടാ. എൻഷോ മെർച്ചന്റ് ഗിൽഡ് കഴിഞ്ഞ 1 വർഷമായിട്ട് അനുഭവിക്കുന്ന കാര്യമാണ് ഇവൻ വെറും 2 ദിവസം കൊണ്ട് തീർത്തു തന്നത്. ഇവൻ ശരിക്കും അതിലുപരി എൻ്റെ അച്ഛനെ അറ്റാക്ക് ചെയ്തതിൻ്റെ ആ ഒരു സീക്രട്ടുള്ള ഐഡന്റിറ്റിയും പുറത്തു വന്നു. ഇവൻ ശരിക്കും ഒരു കുട്ടി തന്നെയാണോ? ഏതോ മഹത്തായ വ്യക്തി ഇവന്റെ ശരീരത്ത് ഒളിച്ചിരിപ്പുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. യങ് ഡിസിപ്ലിൻ എന്തുകൊണ്ടായിരിക്കണം ജനറലി എൻ്റെ അച്ഛൻ്റെ മേലിൽ ടാർഗറ്റ് ചെയ്തത്? അതിനെപ്പറ്റി എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? അതെനിക്ക് അറിഞ്ഞൂടാ. അല്ല, ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അതും സത്യമായിട്ടും എനിക്ക് അറിഞ്ഞൂടാ. അല്ല, ഞാനിവിടെ ചെയ്തത് എൻ്റെ ജോബൊന്നും അല്ലല്ലോ. അതൊക്കെ കണ്ടുപിടിക്കണം നിങ്ങളുടെ ഒഫീഷ്യൽസിൻ്റെ ജോബാണ്. ഞാനും വന്ന കാര്യമല്ലേ ഞാൻ ചെയ്യേണ്ടത്. അത് തീർത്തു കഴിഞ്ഞാൽ എനിക്ക് നല്ല റിവാർഡ്സ് കിട്ടുകയും ചെയ്യും. പിന്നെ പറഞ്ഞതുപോലെ റിവാർഡ്സ് ഉണ്ടല്ലോ, അത് സെറ്റാക്കി വെച്ചേക്കണം കേട്ടോ. തീർച്ചയായും. പക്ഷേ താങ്കൾ ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു കാര്യം മറന്നില്ലേ? ഇത് സോൾവ് ചെയ്യാനല്ലായിരുന്നു ഞാൻ താങ്കൾ എവിടേക്ക് വിളിച്ചത്. പകരം എൻ്റെ അച്ഛൻ്റെ ഇൽനെസ് മാറ്റാനായിട്ടാണ്. അത് താങ്കൾ കൊണ്ട് ആ ടൈമെ അവൻ ചിരിച്ചിട്ട് പറയുകയും ചെയ്യും. പിന്നല്ല, ആ കാര്യം ഞാൻ ഏറ്റി. അങ്ങനെയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും വാക്ക് തരുവാണ്. എൻഷോ മെർച്ചന്റ് ഗിൽഡിന്റെ പേര് വെച്ച് വാക്ക് തരികയാണ്. ഈ ഗിൽഡിനെ തലതിരിച്ച് വെക്കണമെന്നുണ്ടെങ്കിലും ഞാൻ ഉറപ്പായിട്ടും മൗണ്ട് ഹോസക്കിനെ സപ്പോർട്ട് ചെയ്തിരിക്കും. അത് കേട്ടപ്പോൾ അവൻ ഞെട്ടിത്തെറിച്ചുപോയി. പെട്ടെന്ന് അവന്റെ കയ്യിൽ കയറി പിടിച്ചു. അല്ല, താങ്കൾ വിഷമിക്കുന്നേ വേണ്ട, ഞാൻ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യും. നീ എന്താടാ എന്നെ കളിയാക്കുകയാണോ? എന്ത്? ഞാൻ ഞാൻ എന്നോട് സഹായിച്ചത് മൗണ്ട് ഹോസെക്ടല്ല. ഞാൻ ഒറ്റക്കാണ് സഹായിച്ചത്. ഈ റിവാർഡ്സ് വേണ്ടത് അത് എനിക്കാണ്, അല്ലാതെ മൗണ്ട് ഹോസെക്ടൊന്നുമല്ല. എനിക്ക് തന്നോണം മര്യാദക്ക്. അത് എന്റെ റിവാർഡാണ്. അല്ല, ഇവന് ശരിക്കും വല്ല പ്രശ്നമുണ്ടോ? പിന്നെ കാണിക്കുന്നത് നമ്മുടെ ചങ്മെങ് അകത്ത് ഇരിക്കുന്നതാണ്. ഉള്ളത് പറയാലോ, ഞാൻ സത്യം പറഞ്ഞ എല്ലാവരുടെ മുമ്പിൽ കുറച്ച് ഷോയൊക്കെ ഇറക്കി. പക്ഷെ ഹോണസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കംപ്ലീറ്റ്ലി അത്ര കോൺഫിഡൻ്റ് ഒന്നുമല്ല. എല്ലാവരുടെ മുമ്പിൽ അങ്ങനെയൊക്കെ കാണിച്ചതെങ്കിലും ഇതൊട്ടും തന്നെ നിസ്സാരമല്ല. ഒന്നുമില്ലെങ്കിലും ഞാൻ പഴയ പ്ലം ബ്ലോസം സോഡ് സെൻ്റൊന്നും അല്ലല്ലോ. ഇവൻ്റെ ഉള്ളിലുള്ളത് ഡിമോണിക് ക്യൂഎ ആണ്. മേ ബി എൽഡർ ഹാങ്ങിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കും. പക്ഷേ ഞാനിത് എന്തായാലും പ്രോപ്പർലി യൂസ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹം മരിക്കുന്നതാണ്. എന്തായാലും ഇവിടെ വരെ എത്തി. ഇനി എന്തായാലും ട്രൈ ചെയ്ത് കളഞ്ഞേക്കാം. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആരും എന്നെ കുറ്റം പറയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചെങ്മെങ് അവൻ്റെ ക്യൂഎ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ അകത്തേക്ക് അയക്കാൻ തുടങ്ങി. ആ ക്യൂയിലൂടെ അവൻ തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുകയായിരുന്നു. നിലത്ത് വന്നിറങ്ങി നേരെ മുകളിലേക്ക് നോക്കിയപ്പോഴാണ് അവൻ ആ കാഴ്ച കണ്ടത്. ചുറ്റിനും ഡിമോണിക് ക്യൂഐ മാത്രം. അതൊരു പാമ്പിന്റെ രൂപം എടുത്തിരുന്നു. അതിലുപരി അദ്ദേഹത്തിന്റെ ശരീരത്ത് മുഴുവൻ കംപ്ലീറ്റ്ലി ആ ഒരു ഡിമോണിക് ക്യൂഐ മാത്രമാണ്. എനിക്കറിഞ്ഞൂടാ എൻ്റെ ക്യൂഐ ഇവിടെ വർക്ക് ചെയ്യുമോ ഇല്ലയോ എന്ന്. പക്ഷേ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞ് അവൻ്റെ ഒരു സോഡ് ക്രിയേറ്റ് ചെയ്തു. എന്നാൽ ഇതേ സമയം ചുറ്റിനുള്ള ഡിമോണിക് ക്യൂഐ അവനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് വന്നപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് കളയെന്ന് പറഞ്ഞ് ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്തപ്പോൾ ലിറ്ററലി എല്ലാത്തിനെ അതങ്ങോട്ട് ഇറാഡിക്കേറ്റ് ചെയ്ത് കളഞ്ഞു. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് പതുക്കെ ആ ഒരു റെഡിഷ് കളർ കുറഞ്ഞു വന്നു. അല്ല, ഇത് ഞാൻ വിചാരിച്ചാലും പോസിബിൾ ആണല്ലോ. അല്ല, ശരിയാണ്. ഒന്നുമില്ലെങ്കിലും എൻ്റെ ക്യൂ എന്ന് പറഞ്ഞത് ഏറ്റവും പ്യൂറസ്റ്റ് അല്ല ക്യൂ അല്ലേ, അതാണ് എൻ്റെ ഉള്ളിലുള്ളത്. ആ ക്യൂ ഗ്യാദർ ചെയ്തുകൊണ്ട് എനിക്ക് നിസ്സാരമായി തന്നെ ഇതിനൊക്കെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. സത്യം പറഞ്ഞാൽ ഇത് ശരിക്കും എളുപ്പമാണ്. ഞാൻ വിചാരിച്ചതുപോലെയല്ല. ഇത് ഞാനും ഡിമോണിക് ക്യൂയും തമ്മിലുള്ള ഒരു ബാറ്റിൽ മാത്രമാണ്. എൽഡർ ഹാങ്, താങ്കൾ കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞോണ്ട് ചെങ്മെങ് അതിൻ്റെ ഉള്ളിലിരുന്നുകൊണ്ട് ഡിമോണിക് ക്യൂവിനെ കംപ്ലീറ്റ്ലി ഇറാഡിക്കേറ്റ് ചെയ്ത് കളയാനായിട്ട് തുടങ്ങി. കുറച്ചുകൂടെ ഉള്ളു എല്ലാത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കാന്ന് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് അത് തിരിഞ്ഞ് മറ്റൊരു വഴിയിലേക്ക് പോകാൻ തുടങ്ങിയത്. അല്ല, ഇതെന്താണ്? എല്ലാം എന്നെ അവോയ്ഡ് ചെയ്യുവാണോ? ഇവരെവിടേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞ് ചെങ്മെങ് പതുക്കെ കണ്ണു തുറന്ന് എൽഡർ ഹാങ്ങിനെ നോക്കിയപ്പോഴാണ് ശരിക്കും ഞെട്ടിത്തെറിച്ചു പോയത്. കാര്യം ഇപ്പൊ അതെല്ലാം കൂടെ പോയി നിൽക്കുന്നത് എൽഡർ ഹാങ്ങിന്റെ തലയിലേക്കാണ്. നാശം, ഞാൻ കുറച്ചുകൂടെ സൂക്ഷിക്കണമായിരുന്നു. ഇതെല്ലാം തന്നെ അതിന് തലയിലേക്ക് കയറിയല്ലോ. ഇങ്ങനെയാണെങ്കിൽ അതിന് ചിലപ്പോൾ സർവേ ചെന്ന് വരത്തില്ല. അതിലുപരി ഈ ഡിമോണിക് ക്യൂയ്ക്ക് ഇനി പോകാനായിട്ട് മറ്റു വഴികളുമില്ല. ഞാൻ അവിടെ എന്തെങ്കിലും ചെയ്താലും അദ്ദേഹം മരിക്കും, എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ മരിക്കും. അപ്പോൾ ഇനി ഞാൻ എന്ത് ചെയ്യും? മറ്റു മാർഗമില്ല. എന്തായാലും ചെയ്തേക്കാന്ന് പറഞ്ഞ് പെട്ടെന്ന് അവന്റെ എനർജി ആട്ടെ അതിന്റെ തലയിലേക്ക് അയച്ചു. നിന്നക്കൊക്കെ ഓടി രക്ഷപ്പെടാൻ സ്ഥലമില്ലാത്തതിൻ്റെ പ്രശ്നമല്ലേ, അതിനുള്ള സ്ഥലം ഞാൻ തരാമെന്ന് പറഞ്ഞ് അവൻ്റെ തലയിൽ കയറി കൈ വെച്ച് കയറിപ്പൊക്കോന്ന് പറഞ്ഞപ്പോൾ പിന്നെ കാണുന്നത് ലിറ്ററലി ആ ഒരു എനർജി എല്ലാം കൂടെ അവൻ്റെ ശരീരത്തിലേക്ക് കയറുന്നതാണ്. എൽഡർ ഹാങ്ങിൻ്റെ ശരീരത്തിൽ നിന്ന് ചങ്മെങ്ങിൻ്റെ തലയിലേക്ക് എല്ലാം കയറാൻ തുടങ്ങി. ചങ്മെങ്ങിന് നന്നായിട്ട് വേദനിക്കുന്നുണ്ടായിരുന്നു. ഉള്ളത് പറയാലോ, അവൻ വിചാരിച്ചാലും ശരിക്കും പെയിൻഫുൾ ആയുള്ള ഒരു പ്രോസസ്സായിരുന്നു. വേദന കാരണം അവൻ നിലത്തേക്ക് മുട്ടുകുത്തി ഇരുന്നുപോയി. കോപ്പ്, എന്നെ ചിരിപ്പിക്കല്ലേ. ഇതെല്ലാം കൊണ്ട് ബോധം പോകുന്നാണ് പറയുന്നത്. ഒരിക്കലുമില്ല. ഞാൻ പ്ലം ബ്ലോസം സോഡ് സൈനാണ്. എൻ്റെ പ്രൈഡ് അതിന് സമ്മതിക്കത്തില്ല. പക്ഷേ എൻ്റെ കണ്ണ് പതുക്കെ ഇല്ല. എൻ്റെ ബോധം പോകുന്നുണ്ട്. ഇല്ല, പിടിച്ചു നിൽക്കേ. നിന്റെ ബോധം പോയ എല്ലാം തീർന്ന് പിടിച്ചു നിൽക്കേ. കുറച്ച് നേരം കൂടെ എന്ന് പറഞ്ഞ്
അവൻ വീണ്ടും അവൻ്റെ ക്യൂയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ ചങ്മെങ് അവൻ്റെ ഉള്ളിൽ തന്നെ അവൻ്റെ ആ ഒരു രൂപം ക്രിയേറ്റ് ചെയ്തു. നാശം, ഡിമോണിക്വേ ഇവിടെ ഒത്തിരി അധികം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്നാണ് ചാടി അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വന്നത്. അവനത് ഡോഡ് ചെയ്തിട്ട് നേരെ അതിൻ്റെ അടുത്തേക്ക് റഷ് ചെയ്തിട്ട് ചാടിച്ചെന്ന് ഒരു മാസീവ് അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അത് 2 സൈഡിലേക്ക് കംപ്ലീറ്റ്ലി ഇറാഡിക്കേറ്റ് ചെയ്തു പോയി. പക്ഷേ പെട്ടെന്നാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ മറ്റൊരു സൈഡിൽ കൂടെ വന്ന് നമ്മുടെ ഡിമോണിക്വയെ അവനെ പൂർണ്ണമായിട്ട് വിഴുങ്ങിയത്. എന്നാൽ അടുത്ത നിമിഷം തന്നെ അതിനെ അവൻ മുറിച്ചു കളഞ്ഞു. ലിറ്ററലി അതിനിട്ട് ഇറാഡിക്കേറ്റ് ചെയ്ത് കളഞ്ഞു എന്ന് തന്നെ പറയണം. ഇതേ സമയം അവൻ തിരിഞ്ഞു നോക്കാൻ നേരത്ത് ശരിക്കും ഞെട്ടിത്തിരിച്ചു പോയി. കാര്യം അവൻ വിചാരിച്ചില്ലെങ്കിലും സ്പീഡ് കൂടിയിരിക്കുന്നു. ഡിമോണിക്വയുടെ സ്പീഡ് അബ്നോർമലി ശരിക്കും ഇൻക്രീസ് ആയി. എന്നാലും അവൻ കുഴപ്പമില്ലാത്ത രീതി അവിടെ പിടിച്ചു നിൽപ്പുണ്ട്. അതിലുപോയി എൻ്റെ കണ്ണുകൊണ്ട് എനിക്കിവിടെ ട്രാക്ക് ചെയ്യാൻ പോലും പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടെ പുറകിൽ കൂടെ വന്ന് ചങ്മെങ്ങിനെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്തു. പക്ഷേ അവൻ അവിടെ കൊണ്ടും വിട്ടുകൊടുത്തില്ല. എനർജി ഗ്യാദർ ചെയ്തുകൊണ്ട് ഒരു മാസീവ് അറ്റാക്ക് ചെയ്ത് അവിടെയുള്ള എല്ലാത്തിനെയും ഇറാഡിക്കേറ്റ് ചെയ്ത് കളഞ്ഞു. നന്നായിട്ട് അവൻ കഥക്കുന്നുണ്ട്. കൊപ്പ്, ഇത് ശരിക്കും ഡിഫറൻ്റ് ആണ്. എൽഡർ ഹാങ്ങിൻ്റെ ശരീരത്തുള്ള പോലെയല്ല. ഇപ്പോൾ ഇവർ ശരിക്കും സ്ട്രോങ്ങറായി മാറിയിരിക്കുന്നു. അവർക്ക് മനസ്സിലായി ഇനി എന്തായാലും ഓടി ഒളിക്കാൻ മറ്റ് സ്ഥലമൊന്നുമില്ലെന്ന്. അതുകൊണ്ട് അവരുടെ ജീവൻ നിലനിൽക്കാനായിട്ട് അവർ മാക്സിമം ട്രൈ ചെയ്യുവാണ്. പക്ഷേ ഞാനാണ് ശരിക്കും ഡിസഡ്വാൻറ്റേജിലുള്ളത്. എൻ്റെ ക്യൂയെ കുറേ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ വെച്ചിട്ടിരുന്നു കഴിഞ്ഞാൽ എൻ്റെ ബോഡി കംപ്ലീറ്റ്ലി അവർ ഡിവോർസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഈ സമയത്ത് അവൻ്റെ നേരെ വന്ന അറ്റാക്ക് അവൻ ഡോഡ് ചെയ്ത് മാറിയപ്പോൾ സൈഡിൽ കൂടെ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു അറ്റാക്ക് വന്ന് അവനെ പിടിച്ചു നിർത്തി. ഈ ടൈമിൽ അവൻ എന്ത് ചെയ്യണമെന്ന് അറിയാമല്ല. നായിൻ്റെ മക്കളെ, നിന്നെയൊക്കെ കാണിച്ചില്ലെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും മറ്റൊരു സൈഡിൽ കൂടെ ഒരു അറ്റാക്ക് വന്ന് അവൻ്റെ കയ്യിൽ കയറി കടിച്ചു. ചുരുക്കം പറഞ്ഞാൽ അവൻ്റെ സോഡ് അവൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോകാൻ പല സൈഡിൽ കൂടെ ഡിമോണിക്വയെ അവനെ അറ്റാക്ക് ചെയ്യാനിട്ട് തുടങ്ങി. നാശം, ഇതിൻ്റെ അവസാനമില്ലല്ലോ, ഇതിന് അവസാനമില്ലെന്ന് പറയുന്നിടത്ത് അവൻ ആ ഡിമോണിക്വയുടെ അകത്ത് മുങ്ങി താഴാൻ തുടങ്ങി. ഇതൊട്ടും നല്ലതല്ല, ഇതൊട്ടും നല്ലതല്ല. നാശം, ഇനി അതില്ലാതെ എനിക്കിവിടെ മറ്റു മാർഗമില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവൻ നേരെ അവൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു എനർജി റിലീസ് ചെയ്യാനായിട്ട് തുടങ്ങി. ഇതൊരിക്കലും യൂസ് ചെയ്യില്ലെന്നായിരുന്നു അവൻ വിചാരിച്ചിരുന്നത്. പക്ഷേ അവൻ്റെ ബോഡിയുടെ കണ്ടീഷൻ വെച്ചുകൊണ്ട് അവന് മറ്റ് മാർഗമില്ല. ആ ക്യൂയി എല്ലാം തന്നെ അവൻ്റെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് അവൻ അയക്കാൻ തുടങ്ങി. ചുരുക്കം പറഞ്ഞാൽ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് അതെല്ലാം കൂടെ ചെന്ന് ഇറങ്ങാൻ തുടങ്ങി. ഡിമോണിക്വയുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും അവൻ്റെ ക്യൂയെ പതുക്കെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. ഈ ടൈമിൽ തന്നെ ബാക്കിയുള്ള ഡിമോണിക്വയെ ശരിക്കും ഇത് കണ്ടൊന്ന് പേടിച്ചു. എന്നാൽ അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വന്ന സെക്കൻഡിലാണ് അവൻ അവൻ്റെ എനർജി അങ്ങോട്ട് റിലീസ് ചെയ്ത് എല്ലാത്തിനും അങ്ങോട്ട് ഇറാഡിക്കേറ്റ് ചെയ്ത് കളഞ്ഞത്. എല്ലാ ക്യൂയെ ഒരുമിച്ച് എക്സ്പ്ലോഡ് ചെയ്തുകൊണ്ട് അവൻ്റെ ശരീരത്തിൻ്റെ പല ഭാഗത്ത് ക്യൂയെ എക്സ്പ്ലോഷൻ നടക്കുന്നുണ്ട്. വേദന സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു എൻ്റെ ബോഡി കംപ്ലീറ്റ്ലി. എന്നാൽ ആ ടൈമിൽ ഡിമോണിക്വയുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമാകുന്നുണ്ട്. അത് പതുക്കെ അവൻ്റെ ശരീരം വിട്ട് പോയിരുന്നു. ചുരുക്കം പറഞ്ഞാൽ സെക്കൻഡുകൾ കൊണ്ട് അവൻ്റെ ശരീരത്തിനെ പൂർണ്ണമായിട്ടും അത് വിട്ടുപോയി അവനെ നിലത്തേക്ക് വീണ്. കുറച്ചു നേരത്തേക്ക് അവന് അനങ്ങാൻ പറ്റില്ല. വേദന ഒന്നും തന്നെ അറിഞ്ഞില്ല. പെട്ടെന്നായിരുന്നു ആ വേദന എടുത്തുകൊണ്ട് അവൻ ചാടി എഴുന്നേറ്റിരുന്നത്. അവൻ്റെ നെഞ്ചത് അവൻ മുറുക്കി പിടിച്ചു. നാശം, ഞാൻ ഓൾമോസ്റ്റ് മരിച്ചില്ലെന്നേ ഉള്ളൂ. ഇനി എന്തായാലും അത് ചെയ്യാൻ പാടില്ല. അയ്യോ, ഡിമോണിക്വനെ ഒരിക്കലും ഞാൻ കുറച്ച് കാണാൻ പാടില്ലായിരുന്നു. ഒന്നുമില്ലെങ്കിലും ആ ഒരു പഴയ ഞാനല്ലല്ലോ. എനിക്കെന്തോ ഭാഗ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ എൽഡർ ഹാങ് അവൻ്റെ കണ്ണ് പതുക്കെ തുറന്നു. ആ ശബ്ദം കേട്ട് ചെങ്മെങ് അവിടേക്ക് നോക്കിയപ്പോൾ അദ്ദേഹം തലതിരിച്ച് അവനെ നോക്കുകയായിരുന്നു. അല്ല, നീ ആരാണ്? താങ്കൾ എഴുന്നേറ്റല്ലേ? എന്ത് തോന്നുന്നു എന്നെ കണ്ടിട്ട്? ഞാനാണ് സിയാങ്. ഈ സിയാൻ എന്ന് പറഞ്ഞ ഒരു സ്പിരിച്വൽ ഇമ്മോർട്ടലാണ്. ഈ ടോയ്സിലെ ഏറ്റവും ടോപ്പ് നോച്ച് എന്നൊക്കെ പറയാൻ സാധിക്കും. സമയം അങ്ങനെ കടന്നുപോയി. എൽഡർ ഹാങ് അതിന്റെ കോൺഷ്യസ് തിരിച്ചു കിട്ടിയതിനു ശേഷം അധികം വൈകിയൊന്നുമില്ല. എൻജോ മെർസങ്ങളുടെ വീണ്ടും പഴയ പോലെ ആയിരിക്കുന്നു. അതിനെല്ലാം ഉപരി ഞാനില്ലെന്നെങ്കിൽ ജബോക്കിന്റെ പ്ലാൻ ഇവിടെ എങ്ങനെയായാലും സക്സസ് ആയെന്നാം. അങ്ങനെയാണെങ്കിൽ ദ ഹോങ് ഫാമിലി കംപ്ലീറ്റ്ലി അവന്റെ കീഴിലെത്തുകയും ചെയ്തു. ആ വെൽത്ത് എല്ലാം അവൻ അടിച്ചിട്ട് പോവുകയും ചെയ്തു. സത്യം പറഞ്ഞാൽ ജബോക്ക് എന്ന് പറഞ്ഞത് എൻഷോ മെർസൻ ഗിൽഡിന്റെ ഒരു റൈവൽ ഗിൽഡിന്റെ മാസ്റ്ററിന്റെ മകനായിരുന്നു. കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ചെറിയ പാപം തോന്നി. പക്ഷേ എനിക്കൊന്നും അതിലൊരു കാര്യമില്ലായിരുന്നു. എല്ലാവർക്കും അവരുടേതായ സ്റ്റോറീസ് ഉണ്ട്. അതെല്ലാം വെച്ചുകൊണ്ട് അവർ ചെയ്ത തെറ്റിന് നമുക്കൊരിക്കലും പുറക്കാൻ സാധിക്കത്തില്ലെന്നല്ലോ. പിന്നെ എന്നെ ആകർഷിച്ച ഒരു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ് ജേക്ക് ബോക്കിന് ഒരു റെഡ് ഡീമൺ ഹാൻഡ് കിട്ടിയതാണ്. അവൻ ഏതൊരു വഴി നടക്കുന്ന വഴിക്ക് ഒരാളും മരിച്ചു കിടക്കുന്നത് കണ്ടു. അവരുടെ കയ്യിലുള്ള ടെക്നിക്കായിരുന്നു ഈ റെഡ് ഡീമൺ ഹാൻഡ്. ഇത് കംപ്ലീറ്റ്ലി ഡിസപ്പോയിൻറ്റിംഗ് ആണ്. ശരിയായിരുന്നു, ഡിമോണിക് സെറ്റായിരുന്നു ഇവരുടെ എതിരാളിയെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരിക്കത്തില്ലായിരുന്നു ഇതിൻ്റെ അവസാനം. എന്തായാലും കുഴപ്പമില്ല, എൽഡർ ഹാങ്ങിൻ്റെ ഡിസീസും ക്യൂർ ആയിട്ടുണ്ട്. ഇപ്പോൾ കൾപ്രിറ്റിനെ ഞാൻ പിടിച്ചു.
അതുകൊണ്ട് തന്നെ എൻജോ മെർച്ചന്റ് ഗിൽഡിൽ എനിക്ക് സ്പെഷ്യലല്ല ഒരു ട്രീറ്റ്മെന്റ്, ചുരുക്കം പറഞ്ഞാൽ VIP ട്രീറ്റ്മെന്റ് കിട്ടാൻ തുടങ്ങി. ഈ VIP എന്ന് ഞാൻ പറയാൻ നിർത്ത് എ വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ എന്നാണ് കേട്ടോ. ചെങ്ങങ്ങട്ടെ വയറിനടിച്ച് ഭക്ഷണവും കള്ളും കുടിക്കുകയായിരുന്നു. അല്ലച്ച, തങ്ങൾ അനങ്ങാൻ പാടില്ല. ഈ ടൈമിലാണ് അവൻ ആ ഡോർ തുറന്ന് വരുന്നത്. കുഴപ്പമില്ല, നേരത്തെ സുഖം എനിക്കിപ്പോഴുണ്ട്. ഈ സമയത്ത് ചെങ്മങ് തിരിഞ്ഞു നോക്കി. ഡിസിപ്ലിൻ ചെങ്മങ് അതല്ലേ പേര്? ആ അത് തന്നെ. താങ്കൾ എഴുന്നേറ്റോ? താങ്കൾ എഴുന്നേറ്റപ്പോൾ എന്നെ കണ്ടിരുന്നല്ലോ. താങ്കൾക്ക് എന്നെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? മേ ബി പറ്റുന്നില്ലായിരിക്കും, കാര്യം എനിക്ക് കുറച്ച് വണ്ണം വെച്ച്. അതും ശരിയാണ്, കഴിഞ്ഞ 3 ദിവസം കൊണ്ട് അവൻ ശരിക്കും ചബ്ബിയായിട്ട് മാറി. അല്ല, എന്തു പറ്റി ഇവിടേക്ക് വന്നത്? എന്നോട് ക്ഷമിക്കണം, ഡിസ്റെസ്പെക്റ്റ് ആയിട്ട് ഞാൻ പെരുമാറിയിട്ടുണ്ടെങ്കിൽ. ഞാൻ ഇവിടേക്ക് വന്നത് താങ്കൾ എനിക്കൊരു സഹായം ചെയ്തു തരണം. ആൻഡ് അതും പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നത്.